നമസ്കാരം, ഹരേ കൃഷ്ണ. ബാക്ക്ഗ്രൗണ്ട് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ സൗത്ത് വൃന്ദാവനിലാണുള്ളത്. നമ്മൾ മുന്നേ 2-3 വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഇവിടെ പറ്റിയിട്ട്. അപ്പോൾ ഇന്ന് ജോലി കഴിഞ്ഞ് വരുന്ന വഴിക്ക് ഇവിടെ കയറി. ദീപാരാധന സമയമായിരുന്നു, നട അടച്ചിരുന്നു. നട തുറന്നിട്ട് തൊഴുതു. പിന്നെ ഇതിൻ്റെ നേരെ മുന്നിൽ തന്നെ ഒരു വലിയ ഞാവൽമരമുണ്ട്. അപ്പോൾ നിറച്ച് ഞാവൽപ്പഴങ്ങളൊക്കെ വീണിട്ട് രസമായിട്ട് നിറച്ച് ഞാവൽപ്പഴമുണ്ട് നമുക്ക്. പിന്നെ അത് മാത്രമല്ല, ഇവിടെ വന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഒരു കിഡ്സിനായിട്ടുള്ള ഒരു സമ്മർ ക്യാമ്പ് നടക്കുന്നുണ്ട്. ഏപ്രിൽ 7-ാം തീയതി മുതൽ 11-ാം തീയതി വരെയോ അങ്ങനെ എന്തോ ആണ്. അപ്പോൾ ഈ പരിസരത്തുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുട്ടികളെ ഇങ്ങനത്തെ ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുപ്പിക്കാൻ നോക്കുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വളർന്നു വരുന്ന ജനറേഷൻ ഇങ്ങനെ ഒരു കൃഷ്ണ അവയർനെസ്, അവരുടെ മനസ്സിലെ ഒരു സ്പിരിച്വൽ അവയർനെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവാന്നുണ്ടെങ്കിൽ അവരുടെ ഫ്യൂച്ചറിനും കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് ഗുണം ചെയ്യുന്നൊരു കാര്യമാണ് അല്ലേ. കൃഷ്ണാവബോധം ഉണ്ടാവുക എന്ന് പറയുന്നത് തന്നെ വളരെ വലിയ കാര്യമാണ്. പിന്നെ ഈ ഒരു സ്ഥലത്തിനെ കുറിച്ചിട്ട് നമ്മൾ പറയാൻ ഞാൻ ഒരുപാട് വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു സ്പെഷ്യൽ ഒരു ഫീലിംഗ് ആണ്. ഒരു എന്താ പറയുക, വെരി പീസ്ഫുൾ, കാംഫുൾ. ഇപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ തന്നെ നിറച്ച് മയിലുകളുടെ കരച്ചിൽ കേൾക്കുന്നുണ്ട്. ഇവിടുത്തെ പൂജാരീതികൾ, കാര്യങ്ങൾ, പിന്നെ ഇതിൻ്റെ ഒരു ആർക്കിടെക്ചറൽ സ്റ്റൈൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും എസ്തറ്റിക്സ് ഒക്കെ ഭയങ്കര ഭംഗിയാണ്. അതിൻ്റെ അകത്ത് ചെയ്തിട്ടുള്ള ഓരോ ചിത്രപ്പണികളായാലും എല്ലാം നമുക്ക്. പിന്നെ അതിന് മാത്രമല്ല, അവരകത്ത് തന്നെ വൃന്ദാവനത്തിൽ നിന്ന് നേരിട്ടിട്ട് സാധനങ്ങൾ വരുന്ന പ്രൊഡക്ട്സ് നിങ്ങൾക്ക് മേടിക്കാവുന്ന ഒരു സ്റ്റോറൊക്കെ ഉണ്ട്. സോ മുന്നത്തെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് ഇവിടെ വന്നിരുന്നു. ഇനിയും ഇങ്ങനത്തെ ഈ ഒരു താല്പര്യം ഒരുപാട് പേര് നമ്മളോട് ചോദിച്ചറിഞ്ഞിട്ടുള്ളതാണ്. ഇങ്ങോട്ട് വരാൻ പറ്റുമോ, എന്താ വഴി നോക്കുക, അതൊക്കെ നമ്മൾ ഇതിന് മുന്നേ ചെയ്ത വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും സാധിക്കുമെങ്കിൽ ഒന്ന് വന്ന് തൊഴുക. നല്ല മനസ്സിന് സന്തോഷം കിട്ടുന്ന ഒരു ബ്യൂട്ടിഫുൾ പ്ലേസ്. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ, ഹരി ഓം തത്സത്.